ഹലോ ഗൈസ്, നമ്മളിന്നൊരു കിടിലം ഒരു ഹൊറർ ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഈ ഗെയിമിലുള്ള സൗണ്ട് കേൾക്കില്ല, കാരണം ഞാൻ ഇന്ന് നേരത്തെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ സൗണ്ട് തന്നെ അതിൽ കേൾക്കണില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അതുകൊണ്ട് ആദ്യമായിട്ടൊരു ഗെയിമിംഗ് വീഡിയോ ഇടുന്നതുകൊണ്ട് കുറേ തെറ്റിപ്പ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ഫുൾ അറിയാം, അതുകൊണ്ട് ഞാൻ സ്പീഡ് റൺ ചെയ്യാം. സ്കിപ്പിൻട്രോ എൻ്റെ ടച്ച് കാണാം, എൻ്റെ ടച്ച് ഞാൻ ഇവിടെ തൊടണേന്ന് നിങ്ങൾക്ക് കാണാം. ഒരു വൈറ്റ് ഡോട്ടില്ലേ, ഈ കളർ കൂടി ഞാൻ ഒരിക്കലും മറക്കൂല. പച്ച, പിങ്ക്, മഞ്ഞ, ചുവപ്പ്, ഞാൻ പറഞ്ഞില്ല, അത് ഒരിക്കലും മറക്കൂല. എൻ്റെ വീഡിയോ നോക്കിയൊരു കാര്യമില്ല, അതിൻ്റെ കളറ് ഇതാണെങ്കിലും എൻ്റെ വീഡിയോയിൽ സ്പീഡ് റൺ ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളി, പച്ച, പിങ്ക്, മഞ്ഞ, ചുവപ്പ്. ഇത് മറ്റേ ഗ്രേ പാക്കാണ്, ഈ സാധനമാണ് നീല കളർ ഗ്രേ പാക്ക്. പിന്നെ ഈ ഗെയിമിന് ഫുൾ സൗണ്ട് കേൾക്കില്ല എന്ന് എനിക്കറിയാം, കാരണം ഞാൻ ഈ ഗെയിമിൻ്റെ സൗണ്ട് ഫുള്ള് ഞാൻ എന്താണ് ഫുള്ള് കുറച്ച് വെച്ചിക്കുക, കേൾക്കും കൂടിയില്ല. എൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കഴിഞ്ഞ വീഡിയോ പോലും ഈ വീഡിയോ ഇതിൻ്റെ ഞാനൊന്ന് വേറൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ സൗണ്ട് വരെ കേൾക്കണില്ല. അതുകൊണ്ട് അഥവാ എൻ്റെ സൗണ്ട് കേൾക്കണില്ല, ക്ഷമിക്കണം ഗേൾസ്, ഫസ്റ്റ് ടൈമാണ്. എൻ്റെ സൗണ്ട് എന്നാലും കേൾക്കും, കാരണം ഞാൻ ഇതിൻ്റെ ഫുൾ സൗണ്ട് കുറച്ച് വെച്ചേക്കാം. അഥവാ ചില ഗ്ലിച്ചോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. ഏതോ ഒരു പൊട്ടിയ ഫോണും വെച്ചിട്ടാണ് എഡിറ്റിങ്. ഞാൻ ലാസ്റ്റ് ഒരു ഫുട്ബോളിലൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഫുള്ള് ഞാൻ കഷ്ടപ്പെട്ടെങ്കിലും എഡിറ്റ് ചെയ്തതാണ് ഈ പൊട്ടിയ ഫോണും വെച്ചിട്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ്, ഓക്കെ, അതേ ഞാൻ പറയുള്ളൂ, സബ്സ്ക്രൈബ്. പിന്നെ റോഡ് ടു 100 ലൈക്ക്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ, അതൊന്ന് 600 എത്തിക്കാൻ നോക്കണം. നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, നിങ്ങളെ കൊണ്ടല്ലാണ്ട് മറ്റുള്ളവരെ കൊണ്ടൊന്നും പറഞ്ഞിട്ട് ഇത് ചെയ്യൂലല്ലോ. പിന്നെ ഫുട്ബോളില്ലേ, സീനാണ്, ഇപ്പോൾ ഫൈനൽ എത്തി. പിന്നെ നിങ്ങൾ അർജൻറ്റീനയാണോ അല്ലെങ്കിൽ കിട്ടില്ല സ്പെയിനാണോ? അയാൾ കമൻറ്റ് ചെയ്താലും മതി, എന്തെങ്കിലും ഇട്ട് കമൻറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ സ്പെയിൻ, കാരണം അർജൻറ്റീന വെറും കള്ളക്കളിയാണ്. ഈജിപ്റ്റ് അർജൻറ്റീന കളിച്ച സമയത്ത് ശരിക്കും ഈജിപ്റ്റ് 4 ഗോൾ അടിച്ചിരിക്കണ്. അപ്പല്ലേ അവർ ഫസ്റ്റ് ഒരു ഗോൾ അടിച്ചിട്ടാണ് ഈജിപ്റ്റ്. അപ്പോൾ പറഞ്ഞു അത് ഫൗളാ പറഞ്ഞിട്ട് വിട്ടു. അപ്പോൾ റെഫറി മാത്രം അത് കറക്റ്റാക്കി. അപ്പോൾ മറ്റുള്ളവർ മാത്രം അതെന്താ അങ്ങനെ? അർജൻറ്റീന പൈസ കൊടുത്ത് കളിക്കാൻ തോന്നിട്ടാ. ഞാൻ എന്തായാലും സ്പെയിൻ. പക്ഷേ ഞാൻ ശരിക്കും പോർച്ചുഗലാണ്. പക്ഷെ പോർച്ചുഗൽ തോറ്റുകൊണ്ട് ഇപ്പോൾ തലക്കാലം ഇപ്പോൾ പോർച്ചുഗൽ ഇല്ലല്ലോ. അവരുടെ സ്വന്തം ടീമൊന്നും കെട്ടിപ്പിടിക്കാൻ തോന്നില്ല, കാരണം എന്താ അറിയോ? കെട്ടിപ്പിടിക്കാൻ തോന്നില്ല. മറ്റേ ലെമീൻ യമാലില്ലേ, അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോറ്റിട്ട് വരെ. എതിർ ടീമാണെങ്കിൽ അവരങ്ങനെ ഉണ്ടാവില്ല, അടി ഉണ്ടാവില്ല, അതങ്ങനെ. പിന്നെ ഒരു ഫുട്ബോളിൻ്റെ ഒരു ഗെയിം ഞാൻ റെക്കോർഡ് ചെയ്യണമെന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ കമൻറ്റ്, അല്ലെങ്കിൽ ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്യും. പിന്നെ അതിൽ ഞാൻ ടൂർണമെൻറ്റ് കളിക്കണോ അല്ലെങ്കിൽ ഹെഡ് ടു ഹെഡ് കളിക്കണോ? ഹെഡ് ടു ഹെഡ് ഭയങ്കര പാടാണ്. ഞാനിപ്പോൾ ഫുൾ പ്രോ പ്ലെയർ ആയിരിക്കും. മറ്റേ ഹെഡ് ടു ഹെഡ് ഇല്ല, അതിൽ ഞാൻ ഫസ്റ്റ് കളിക്കും. അവർ ഫസ്റ്റ് ഗോൾ അടിക്കും, പിന്നെ 2 ഗോള് അല്ലെങ്കിൽ 3 ഗോള് ഞാൻ. അത് എപ്പോഴും അങ്ങനെയാണ്. ടൂർണമെൻറ്റ് ഈസി, ടൂർണമെൻറ്റൊക്കെ അല്ലെങ്കിൽ വേണ്ട, രണ്ടും കളിക്കുക. പക്ഷേ അതിൽ മാത്രം എൻ്റെ സൗണ്ട് ഉണ്ടാവില്ല. പിന്നെ അതിൽ പാട്ടുണ്ടാവും, ചിലപ്പോൾ കോപ്പി റൈറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാനൊരു വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, മറ്റേ തഗ് ലൈഫിൻ്റെ. അതിലത്തെ സൗണ്ട് കോപ്പി റൈറ്റ് അടിച്ചിരിക്കണ്, അത് സോറി.
അത് എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം തെറ്റാണ്. ഞാൻ വിചാരിച്ചതൊന്നും കോപ്പിറൈറ്റ് എടുക്കുകയാണ്. എനിക്ക് ഈ കോപ്പിറൈറ്റിനെ പറ്റിയെന്നെ അറിഞ്ഞൂടെ, എങ്ങനെയാണ് ഈ കോപ്പിറൈറ്റ് കിട്ടണം തന്നെ. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ഈ കോപ്പിറൈറ്റ് കിട്ടണത്. അപ്പോൾ സോറി ഗൈസ്. ഈ പസിൽ ഞാൻ ഒരിക്കലും മറക്കൂല. ഇത് പവറാ. അയ്യോ അതൊക്കെ സോറി. 2026 വേൾഡ് കപ്പ് അതിന് ചിലപ്പം തൂക്കൂട്ടാ. കള്ളക്കളിയോടെ തൂക്കും. കൊണ്ടില്ലേ? കൊണ്ടുവരാ. കൊണ്ടു. പിന്നെയാണ് ചേസ് തുടങ്ങാൻ പോണ്. ലോഡിങ് ഇൻ പ്രോഗ്രസ്. ഇപ്പം ഇത് എന്തിറോ, ഞാൻ വിചാരിച്ചു ഇവിടെ തലടിച്ച് നിലത്തേക്ക് വീണ്. കണ്ട പേടിയോ. സമയം 12:34. 12 മണിക്കൊക്കെയാണ്. പിന്നെ ചെറിയ സപ്പോർട്ട് ഇട്ടാ അതെങ്കിലും മതി. നമ്മളെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളാം. നിങ്ങൾ മറ്റേ വലിയ യൂട്യൂബറെ പോലെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. എനിക്കൊരു ചെറിയൊരു സപ്പോർട്ട് കിട്ടിയാൽ മതി. ഒരു 500 ഒരു 600 കഴിഞ്ഞാൽ ബാക്കി ഞാൻ 1000 കുറച്ചും കൂടി പണി ഞാൻ നോക്കിക്കോളും. പിന്നെ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്ന ഒരേ ഒരാളുണ്ടാവും, മൈ ഫ്രണ്ട്. ഒരു ഫ്രണ്ട് ഉണ്ടാവും ചിലപ്പോൾ. ഞാൻ കഴിഞ്ഞ ഷോർട്സിലിട്ട വീഡിയോസ് ഇല്ലേ, അതിൽ 10 മാസം മുന്നേ ഒരാൾ കമൻ്റ് ഇട്ടിക്കണ്. അതാരാന്നറിയോ? ഹിസാൻ എന്ന് പറഞ്ഞിട്ടൊരുത്തൻ. അവൻ്റെ ഫ്രണ്ടാണ്. ഞാനിപ്പോൾ 5ാം ക്ലാസ്സാണ്. 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ്, അവനക്കൊരു ചാനലുണ്ട്. എന്തായിരുന്നു IAG ഫാമിലി ഷോ. അത് നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അവ നല്ല കണ്ടൻ്റൊക്കെ ഇടും. അപ്പം പ്രാങ്കിൻ്റെ ഒക്കെ വീഡിയോസ് ഇടും. അങ്ങനത്തെ കുറേ ഇടും. അതെ, ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ അവൻ്റെ ചാനൽ നോക്കാറില്ല. പക്ഷെ എൻ്റെ പഴയ ചാനൽ ഞാൻ ഇതിലിട്ട ഒരു പഴയ വീഡിയോ ഉണ്ട്. ടിക്ടോക്കിൽ അതൊന്നുമല്ല ഫസ്റ്റ് ഇട്ടത്. എന്തോ ടിക്ടോക്കിൻ്റെ അല്ലേ, അതിൻ്റെ കമൻ്റ് ഒന്നുമല്ലോ. ഞാൻ എന്തോ ഫസ്റ്റൊക്കെ കാട്ടിക്കൂട്ടി ഉണ്ടായിരുന്നു. അതിനൊക്കെ വ്യൂസ് കിട്ടുമല്ലോ. ഇവിടെ ചാടിയാൽ മതിയില്ലേ? അത് പറ്റും. അവനക്ക് നല്ല സപ്പോർട്ടാണ്. അവൻ 1K ഒക്കെ എത്തി. അവനക്കൊരു 2K ഒക്കെ എത്തിക്കാൻ ഒരു സപ്പോർട്ടും കൊടുക്കുക. എനിക്കൊരു 1K കിട്ടാനുള്ള സപ്പോർട്ടും കൂടി തരട്ടാ. എൻ്റെ സ്കൂളിൽ ഏറ്റവും വൈറലായ ചെക്കൻ ഹിസാൻ തന്നെയായിരിക്കും. അവൻ്റെ വേറൊരു അക്കൗണ്ട് ഉണ്ട്, ഒരു ഹിസാൻ ഹിസാൻ 45 അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അത് കുറച്ചൊക്കെ ചെയ്യാണ്ട് ഞാൻ സംസാരിക്കണം ഇങ്ങനെ. അവനൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇംഗ്ലീഷിൽ, ഐ ആം യുവർ സ്കൂൾ ഫ്രണ്ട് എന്ന്. അവൻ ഞാൻ നല്ല മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവനിക്ക് സപ്പോർട്ട് കൊടുക്കട്ടാ. സപ്പോർട്ട് കൊടുക്കേ, പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ. ഈ സാധനം ഈ ഓട്ടത്തിൽ വെച്ചിക്കണേ. പിന്നെ വീഴാനല്ലേ ഓട്ടോ വെക്കുക, വെറുതെ ഓട്ടോ വെക്കുമോ, റാൻഡംലി ഓട്ടോ വെക്കുമോ. ചേസ് തുടങ്ങാൻ പോകട്ടാ. ഇനി ഞാൻ ഗെയിമിനെ പറ്റി ഒന്നും പറയണം കൂടിയില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയിട്ടേ പറയുള്ളൂ. എന്താ തലയും കണ്ണും വേറെ, കയ്യും കാലും എല്ലാം വേറെ. എന്തെങ്കിലും ആവട്ടെ. അല്ലോ ഞാനെന്തോ ഇവൻ നമ്മളെ തന്നെ നോക്കും. ഹീറോ ബ്രെയിൻ. ഇവരെ കാണുമ്പോൾ ഹീറോ ബ്രെയിൻ മറ്റേ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഹീറോ ബ്രെയിൻ എനിക്ക് ഓർമ്മ വരുന്നത്.
ആ പിന്നെ മൈൻക്രാഫ്റ്റ് എൻ്റെ കയ്യിൽ ഒറിജിനൽ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഇടാൻ നോക്കാം. നമ്മൾ കേവിലൊക്കെ പോയി ഡയമണ്ടൊക്കെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ. ആ ചീസ് തുടങ്ങാനായേ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഹൊറർ ചേസ്. ഓക്കെ. ഇനി കുറച്ച് അല്ലാ, ഒന്ന് മാത്രം ഞാൻ പെടാനുള്ള ഒരു കാര്യമുണ്ട്. എനിക്ക് എവിടെയോ വഴിയെന്ന് ഓർമ്മയില്ല. ഐ ആം കുക്ക്ഡ്. വന്നില്ലേ പിടിക്കി? വന്നിക്കണ പേടിയുണ്ട് അവനെ കാണുമ്പോൾ. അവനെ നിൽക്കുമ്പോൾ ഒരു പേടിയില്ലല്ലോ. പക്ഷെ അത് ചെറിയ ചെറിയ ഗ്ലിച്ചുണ്ടെങ്കിൽ സോറി. ഇതൊക്കെ ചില എന്തോ ഒരു കറുപ്പ്. അവൻ്റെ മുന്നിലടാ ഞാൻ കണ്ടത്. അതാ പൊട്ട് ചത്ത്. അപ്പോൾ ഓർമ്മിച്ചിട്ട് നേരെ റൈറ്റ് എടുത്തോ, നേരെ പോക്കില്ല. എന്തോ അത് കണ്ടിട്ട് പോയി. പിന്നെ ചാപ്റ്റർ 2 നമുക്ക് കളിക്കട്ടോ. അത് നമുക്ക് എന്താകാം, ലൈവായിട്ട് ഇടണമെന്ന് എനിക്ക് ഓർമ്മ. ലൈവ് അധികം ഞാൻ ഇടാറന്നില്ല. പിന്നെ ലൈവ് എങ്ങനെ ചെയ്യണ്ടെന്നായിരുന്നു കൂടെ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ. അതോ ഇത് ചെറിയ ഗ്ലിച്ച് അത് ലോഡ് ചെയ്യാൻ സമയത്ത് അതാട്ടാ. അല്ലോ അസ്സലാമു അലൈക്കും, എന്തെല്ലാ വിശേഷോ? കണ്ടമ്പി ഓടിക്കോ. കണ്ടമ്പഴിയില്ല ഇവൻ്റെ കണ്ണ്. ലെഫ്റ്റ് റൈറ്റ് കറക്റ്റ് കിട്ടി. താഴേക്ക് പോകാനും തുള്ളാനാണ്. അതാ ചത്ത്. ഈ വഴി ഏതൊക്കെയോ വഴി കയറിപ്പോന്നു. കറക്റ്റ് തന്നെയാണോ എന്ന് തന്നെ അറിയില്ല. പിന്നെ ഇവിടെ ഒരു ക്രൗച്ചിങ്ങിൻ്റെ ഒരു സ്ഥലം ഉണ്ടല്ലോ. ഇവിടെ ക്രൗച്ച്. ഇത് ഓട്ടോ ക്രൗച്ച് ആയതുകൊണ്ട് പേടിക്കണ്ട. ഇവിടെ ഇങ്ങനെ എയിം ചെയ്താലും മതി. ഐ ഡൈഡ്. ഓടിക്കോ കണ്ടമ്പൈ ഓടിക്കോ. ടേൺ ബാക്കോ മറ്റേ ബാക്കോ ഒന്നുമില്ല. സ്റ്റോപ്പ് എന്നൊക്കെ ഒരിക്കലുമില്ല. ചാപ്റ്റർ 5 വരെ ഇറങ്ങിയിട്ടുണ്ടാവും. ഹലോ, എന്നെ കിട്ടിയില്ല. ഓക്കെ. ഈ വീഡിയോയിൽ കണ്ട ഞാൻ ചത്തുന്നല്ല. അവൻ ചാപ്റ്റർ 4 എൻഡിങ്ങിൽ വരും. അവല്ലേ ഹഗി അവൻ എന്താണ് പ്രോട്ടോടൈപ്പ്. ഇവനൊക്കെ ഉണ്ടാക്കിയ ആളില്ലേ, അവൻ്റെ പേരാണ് പ്രോട്ടോടൈപ്പ്. ഈ ചാപ്റ്റർ തൊട്ട് ഈ ചാപ്റ്ററിന് പ്രോട്ടോടൈപ്പിനെ കണ്ടിട്ടും കൂടിയില്ല. ചാപ്റ്റർ 2 അതിൻ്റെ കൈ കാണും. ചാപ്റ്റർ 3 അതിൻ്റെ കാല് കാണും. ചാപ്റ്റർ 4 പിന്നെയും കാല് കാണും, പിന്നെ കൈ കാണും. ചാപ്റ്റർ 5 അതിൻ്റെ ഫുൾ ബോഡി കാണും. സീനാണ് അവൻ്റെ റിവ്യൂ. യു ഓപ്പൺ മൈ കേസ്. കളി കഴിഞ്ഞ് തോന്നുട്ടാ. കളി കഴിഞ്ഞിട്ട് ഞാൻ ഓട്ടോ സേവ് ചെയ്ത് ടൈറ്റിൽ സ്ക്രീനിലേക്ക് പോട്ടെ. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ആ വീഡിയോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ആയതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ അതിനൊക്കെ സോറി. പിന്നെ ഓക്കെ. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ എന്താണ് ബെല്ലൈക്കണും കൂടി അമർത്തുക. ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾ ഓൺലൈനുള്ള സമയത്ത്. ഓക്കെ. അപ്പോൾ ബൈ ഗൈസ്, അസ്സലാമു അലൈക്കും.